അപ്പൊ ഇന്ന് ഞാനൊരു വലിയ സാഹസത്തിന് പോവുകയാണ്. നമ്മൾ ഐസ് സ്കേറ്റിങ്ങിന് പോവുകയാണ്. ചൂടത്തൊരു ഐസ് സ്കേറ്റിംഗ്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഒരു വട്ടം ഞാൻ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാതെ തിരിച്ച് ശശിയായിട്ട് വന്നതാണ്. രണ്ടാമത്തെ വട്ടം ഞാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പോയി കുണ്ടിയിടിച്ച് വീണിട്ട് വരാം കേട്ടോ. ഞങ്ങളിന്ന് വൈറ്റാ ഷോ പറഞ്ഞിട്ടിട്ടല്ല കേട്ടോ, ആക്ച്വലി കോയിൻസിഡൻസ് ആയിട്ട് വന്നതാ. കഴിഞ്ഞ പ്രാവശ്യം കുണ്ടിയിടിച്ച് വീണെന്ന് ഓർമ്മയില്ലേ? ഓർമ്മേടാ, 2-3 വട്ടം വീണു കേട്ടോ. നല്ല ആടിപ്പൊളി അസൽ വീഴ്ചയായിരുന്നു അത്. അല്ലേ എക്സൈറ്റഡ് ആണോ? ഇനിയും കുണ്ടിയിടിച്ച് വീഴാനാണോ എക്സൈറ്റഡ്? ഞാൻ വീഴത്തൊന്നുമില്ല. ഞാൻ ഇന്ന് എന്റെ മൈൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇന്ന് പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവം തമ്മിലായിട്ട് അറിയാം. ദൈവമേ, ഞാൻ ഇപ്പം വീണേനെ ആരുടെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഈ പ്രാവശ്യം ഞാൻ തോറ്റു കൊടുക്കില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഒരു സ്കേറ്റിംഗ് ചാമ്പ്യൻ. ദേ കണ്ടില്ലേ? എന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരിച്ചു കയറി, എനിക്ക് മതിയായി. അപ്പം ഞാൻ വിചാരിച്ചു ബാൽക്കണി പോയിരുന്ന കുറച്ച് കാഴ്ചകളാണ്. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. സോറി, അവൾ മുഖം കാണിക്കത്തില്ല. എനിക്കിത് വീഡിയോ പറയാൻ വിട്ട് എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഓർമ്മ വരുന്നതെന്ന് അറിയാമോ? നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. കറങ്ങൊക്കെ ചെയ്യുന്നടി. ഇല്ല, വീണില്ല, ജസ്റ്റ് മിസ്. ഞാൻ ഇനി നിങ്ങൾക്ക് ശരിക്കുള്ള പ്രോപ്പർ ഐസ് സ്കേറ്റിംഗ് കാണിച്ചു തരാം. ഇവർ ഈ ചെയ്യുന്നതാണ് പ്രോപ്പർ ഐസ് സ്കേറ്റിംഗ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പെൻകിൻ പോയി ചോദിച്ചാൽ, പക്ഷെ നമ്മുടെ ഏജ് ലിമിറ്റ് കാരണം അവർ നമുക്കത് തന്നില്ല. അപ്പോൾ കൊളം പറഞ്ഞു. ഈ കുട്ടിപ്പിശാചികളൊക്കെ കിടന്ന് എന്ത് ഡാൻസ് കളിക്കുന്നുണ്ടോ? മനുഷ്യന് നേരെ ചോദ്യം നടക്കാൻ പോലും പറ്റണില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തിനാണോ എന്തോ വീണ്ടും ഇറങ്ങി തിരിച്ചത്. എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് പോരാഞ്ഞിട്ട് ബാക്കിൽ കൂടെ വന്നിട്ട് വേറെ കുറെ കുട്ടിപ്പിശാചികൾ നമ്മളെ ഇനി പേടിപ്പിക്കും. അത് കണ്ടിട്ട് നമ്മൾ വീഴാത്തവരും വീണു പോകുന്ന പോലെ ആയി പോകും. കണ്ടില്ലേ, ഞാൻ ഇപ്പം ഒന്ന് വീണേനെ, ജസ്റ്റ് മിസ്ഡ്. വീഴാത്തതിൻ്റെ അഹങ്കാരമാണ്. ലാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര മിനിറ്റിനുള്ളിൽ ആ ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടി പോവുക. സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അവർ ക്ലീൻ ചെയ്യുന്ന കാണാൻ വേണ്ടി നിന്നു. ആൻഡ് ദിസ് ഈസ് ഹൗ ദി ക്ലീൻ. നല്ല രസമുണ്ടായിരുന്നു. കൈയൊക്കെ മരവിച്ച് ചുമന്ന് മുഖമൊക്കെ ഒരുമാതിരിയായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ശുഭദിനം.